ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ് മേക്കപ്പ്. ആലിയ ഭട്ടിനെ പോലെ സുന്ദരിയായൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ബ്രൈഡ്സിനുള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു ബ്രൈഡ് വന്നിട്ട് ചേച്ചി എനിക്ക് സ്മോക്കി ഐസ് ചെയ്യണം. അപ്പോൾ ഈ ചെറിയ കണ്ണുള്ളവർക്ക് നമുക്ക് സ്മോക്കി ഐസ് ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടെ അത് ചെറുതായിട്ട് കാണും. എൻഡ് ഓഫ് ദ ഡേ എൻ്റെ ബ്രൈഡ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് വലുത്. എന്തിനാ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മുടെ ട്രേഡ് സീക്രട്ട് അല്ലേ എന്നൊക്കെ പറയില്ലേ? എല്ലാം പറഞ്ഞു കൊടുക്കരുത് കേട്ടോ, എല്ലാം പറഞ്ഞു. അത് ശരിക്കും നമ്മൾ ഇപ്പോൾ ഈ ടിപ്സ് ആയിട്ട് അങ്ങനെ ഭയങ്കര പ്രിപ്പറേഷൻ ഒന്നും നടത്തിയിട്ടല്ല. ഇപ്പൊ ഈ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് കണ്ടിന്യൂ ചെയ്യും. യെസ്, ഓഫ് കോഴ്സ്. കാരണം കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത്. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നതല്ലേ നല്ല. ഫേഷ്യൽ ഫീച്ചേഴ്സിൽ ഒന്നാണ് നുണക്കുഴി. ഇത് ട്രീറ്റഡ് ആണോ, അതായത് സർജറി ചെയ്ത് ഉണ്ടാക്കി അല്ല കേട്ടോ, ഇത് ഒറിജിനൽ ആണ്. സാരി ഡ്രിപ്പിങ്ങിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അണ്ടർസ്കേർട്ട് എന്ന് പറയുന്നത്. സ്ട്രിങ് ഉള്ള അണ്ടർസ്കേർട്ട് എടുക്കാൻ നോക്കുക. ബിക്കോസ് ഈ കാഞ്ചീപുരം അല്ലെ ഡിസൈനർ സാരി ഒക്കെയാണെങ്കിൽ കുറച്ച് വെയിറ്റ് ആയിരിക്കും ഡ്രേപ്പ് ചെയ്ത് വരുമ്പോൾ. അപ്പൊ ഇത് ഈ എലാസ്റ്റിക് ആണെങ്കിൽ ഹോൾഡ് ചെയ്തിരിക്കില്ല. ഏറ്റവും മാക്സിമം ഒരു ഡേ ചെയ്ത വർക്ക്സ് എത്ര വന്നിട്ടുണ്ടോ? രാവിലെ നമുക്കൊരു 8 ബ്രൈഡ്സിനെ വരെ മാക്സിമം ചെയ്യാം ഒരു ദിവസം. റീസെന്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഗെയിമർ ഈഗിൾ ഗെയിമിന്റെ വൈഫിന്റെ മേക്കപ്പ് മാരേജിന്റെ ഇതല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, വെഡിങ് റിസപ്ഷൻ. അതെങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളിക്കാരി ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു പ്രിൻസസിനെ മാതിരി ആകണമെന്നായിരുന്നു, അതുമാതിരിയുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് ആളുടെ ആ ക്രൗൺ, അത് കുറച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കുട്ടി ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ക്രൗണൊക്കെ ആള് സെറ്റ് ചെയ്തിട്ടുണ്ടായി. പറഞ്ഞ പോലെ പ്രപ്പോസൽസ് വരും, മെസ്സേജസ്, കോഴി മെസ്സേജസ് വരും. ഇല്ല അതൊന്നും ഇല്ല കേട്ടോ. ഇതെനിക്കൊരു എൻ്റെ ഒരു ഫോളോവർ അവര് മെസ്സേജ് അയച്ചത് അവരുടെ സിസ്റ്ററിന്റെ ബ്രദറിന് കല്യാണം നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 6 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇനി ഒരു കല്യാണം കഴിക്കണമെങ്കിൽ ഭർത്താവിനോട് ചോദിക്കണം. അങ്ങനെ ഓക്കെ ആണെങ്കിൽ എനിക്ക്. ഹലോ, വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ് മേക്കപ്പ്. നമ്മൾ എങ്ങനെ മേക്കപ്പ് ചെയ്യാം, എങ്ങനെ സുന്ദരിയായിട്ടിരിക്കാം എന്നൊക്കെ എപ്പോഴും ഈ റീൽസൊക്കെ കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇന്ന് നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുകയാണെങ്കിലും ആലിയ ഭട്ടിനെ പോലെ സുന്ദരിയായൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. പാർവതിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്നോട് ഇൻട്രോയിൽ പ്രത്യേകം പറഞ്ഞു അങ്ങനെ പറയരുത് ദൈവമേ. നാട്ടുകാരുടെ ഇന്ന് ചീത്ത കേൾക്കാനുള്ള എല്ലാ വഴിയും മസ്താനി ആദ്യം തന്നെ തന്നിട്ടുണ്ട്. ഞാൻ ജീവിച്ചു പോട്ടെ കേട്ടോ. ആക്ച്വലി ഞാൻ കുറെ കമന്റ്സ് കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇപ്പോഴും ഞാൻ നോക്കി നേരിട്ട് കണ്ടപ്പോഴും ആലിയ ഭട്ടിന് ലുക്ക് ഉണ്ട്. കമന്റ് ചെയ്യണോ? ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കൊടുത്ത് ബാക്കിയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് ചെറിയൊരു പണി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ ആ ഒരു വീഡിയോ കാണാം. കുറേ ടിപ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നാലും ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ഇൻബോക്സിൽ വന്നിട്ടുണ്ട്, നീ ഇങ്ങനെ എല്ലാവർക്കും എല്ലാം പറഞ്ഞു കൊടുത്തോ ഇങ്ങനെയാണ് എനിക്ക് വന്നത്. ഇവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ തല്ലി നടക്കാൻ വയ്യ. ഉള്ളതെല്ലാം എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിന് എല്ലാവരും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുന്നൊക്കെ. പുള്ളിക്കാരി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. എന്നെ അങ്ങനെ ചീത്ത പറഞ്ഞവരും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. നിങ്ങളൊന്നും മനസ്സിലാക്കണം. നമ്മളുടെ അറിവ് കൊടുക്കുന്നതോറും നമ്മളുടെ അറിവ് വർദ്ധിക്കും എന്നാണ്. ഇതിനെ കുറിച്ച് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അതെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ മേക്കപ്പ് ആർട്ടിസ്റ്റുമാരായിരിക്കുമല്ലോ ഇങ്ങനെ റിപ്ലൈ തരുന്നേ. അപ്പൊ ഇങ്ങനെ ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുക? അതില്ലേ, ഞാന് വന്ന ടൈമില് ഒരു 6 years ആകുന്നു. അപ്പം വളരെ ഈ ഫീൽഡിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായുള്ളൂ. അപ്പം നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഇതുപോലെ പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായില്ല. ഒത്തിരി ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒക്കെയാണ് വന്നത്. അപ്പം നമുക്കറിയുന്ന കാര്യങ്ങൾ അറിയാത്തവർക്ക് ഷെയർ ചെയ്താൽ നമ്മുടെ അറിവും കൂടും, കേൾക്കുന്നവർക്കും ഒരു ഉപകാരമാണല്ലോ. അതുകൊണ്ടാണ്. പിന്നെ അതിൽ തിരുത്തുണ്ട്, കമന്റിലാണ് കേട്ടോ വന്നത്. പക്ഷെ പുള്ളിക്കാരി അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നാലും അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇതാണ് കുറച്ച് കമന്റാണ് വന്നത്. പക്ഷെ എന്നാലും ഇങ്ങനെ പറയില്ലേ ആൾക്കാര്, എന്തിനാ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മുടെ ട്രേഡ് സീക്രട്ട് അല്ലേ എന്നൊക്കെ പറയില്ലേ? എല്ലാം പറഞ്ഞു കൊടുക്കരുത് കേട്ടോ, എല്ലാം പറഞ്ഞു. അത് ശരിക്കും നമ്മൾ ഇപ്പൊ ഈ ടിപ്സ് ആയിട്ട് അങ്ങനെ ഭയങ്കര പ്രിപ്പറേഷൻ ഒന്നും നടത്തിയിട്ടല്ല. ചെയ്ത് വരുമ്പോ ഓക്കെ ഇത് പറഞ്ഞാൽ കൊള്ളാലോ എന്നാലോചിച്ച് അപ്പം വരുന്നതാണ്. അങ്ങനെയാണ്. ഇനിയിപ്പോ ഈ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് കണ്ടിന്യൂ ചെയ്യും? യെസ്, ഓഫ് കോഴ്സ്. കാരണം കുറെ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത്. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നല്ലേ നല്ല. അതെ, ചില വീഡിയോസ് ഞാനും കണ്ടിട്ടുണ്ട്.
ഉപകാരപ്പെടുന്നില്ലേ? മറ്റേ നെറ്റിച്ചുട്ടിയുടെ സാധനം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഏതിന്റെ? നമ്മൾ ഈ ഫേസിന് ഏറ്റവും കൂടുതൽ ഇപ്പൊ മാല കമ്മല് അതൊക്കെ നമുക്ക് ഓക്കെ ഫേസിന് ചെയ്യുന്നതനുസരിച്ച് മാറ്റാം. പക്ഷെ ഈ നെറ്റിച്ചുട്ടിയിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പറഞ്ഞു കൊടുക്കും പ്രേക്ഷകർക്കൊന്നും കൂടി. പറയാം. അറിയുന്ന കാര്യങ്ങളൊക്കെ ഇനിയും, അതായത് എനിക്കറിയുന്നത് ഇനിയും ഷെയർ ചെയ്യാനാണ് ആഗ്രഹം. അത് ഷെയർ ചെയ്യുക തന്നെ ചെയ്യൂട്ടോ. ഓക്കെ, ആരും വിഷമിക്കണം. അതെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ കാണുന്ന പ്രേക്ഷകർ ചിലപ്പോൾ ഇനി ആ റീല് കണ്ടിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ അതെന്താ നെറ്റിച്ചുട്ടിയുടെ കഥ എന്ന് ചോദിക്കില്ലേ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതെന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ബ്രൈഡ്സിനുള്ളതാണ് കേട്ടോ. നമ്മൾ ഈ ബ്രൈഡ്സ് ചുട്ടി സെലക്ട് ചെയ്യില്ലേ, അതായത് മാങ് ടിക്ക എന്ന് പറയും. അപ്പം അത് സെലക്ട് ചെയ്യുന്ന ടൈമിൽ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വലിയ നെറ്റിയുള്ള അല്ലെങ്കിൽ വലിയ ഫോർഹെഡുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം 3 ലെയർ ചുട്ടി എന്ന് പറയും നമ്മൾ. അത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷെ ചെറിയ നെറ്റിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് പ്രിഫർ ചെയ്യാത്തായിരിക്കും ബെറ്റർ. ബിക്കോസ് അത് വെച്ച് കഴിയുമ്പോഴത്തേന് ഓൾമോസ്റ്റ് നമ്മുടെ ഫേസ് അത് ഭയങ്കരമായിട്ട് കവറായി പോകുന്ന പോലെ തോന്നും. അപ്പോൾ ഇതൊന്ന് അപ്കമ്മിങ് ബ്രൈഡ്സ് ഒന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിൽ വെക്കുക. ചുട്ടി സെലക്ട് ചെയ്യുന്ന ബ്രൈഡ്സ് ആണെങ്കിൽ വലിയ നെറ്റിയുള്ളവരാണെങ്കിൽ 3 ലെയർ ചുട്ടി സ്യൂട്ടാകും. ചെറിയ നെറ്റിയുള്ളവരാണെങ്കിൽ സിംഗിൾ ലെയർ ചുട്ടി ആയിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ. അപ്പോൾ എനിക്കൊക്കെ ഇനി സിംഗിൾ ലെയർ ചുട്ടിയിരിക്കുന്നത്. യെസ്. ഓക്കെ. പക്ഷേ ഏറ്റവും വലിയൊരു പ്രത്യേകത പാർവതിയുടെ വീഡിയോസിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വേ ഓഫ് ടോക്കിങ്ങും ഈ ഒരു എനർജിയാണ്. ആൾക്കാരിങ്ങനെ കണ്ടിരിക്കും. ഞാൻ ആക്ച്വലി എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും റീലിലെ പോലെ എന്തെങ്കിലും പറയണം എന്ന്. പക്ഷെ ഇപ്പോൾ പറഞ്ഞതുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുക എന്താ ഈ ഒരു എനർജിയുടെ ഒക്കെ ഒരു സീക്രട്ട് ഇങ്ങനെ ആൾക്കാരെ പിടിച്ചിരുത്തുന്നതിൻ്റെ പിന്നിലുള്ള ഉള്ളിന്ന് വരുന്നതാണ്. സീക്രട്ട് ഒന്നുമില്ല, അത് അറിയാതെ വന്നു പോകുന്നതാണ്. അത് പറയുമ്പോൾ അത് ഇഷ്ടമുള്ള കാര്യം ആയതുകൊണ്ടായിരിക്കും മേ ബി അങ്ങനെ പറയുന്നത്. അപ്പം അങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതാണ്. ഓക്കെ. കുറേ ഇപ്പോൾ 6 years ആയിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. അപ്പോൾ ഇപ്പൊ ആക്ച്വലി കുറെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ട്. നമ്മൾ എവിടെ നോക്കിയാലും മറ്റേ ഒരു ഡയലോഗിൽ കല്ലെടുത്തെറിഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയാണ്. അതാണല്ലോ പുള്ളിക്കാരി എന്നോട് പറഞ്ഞത്, ഇവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ തട്ടിയിട്ട് നടക്കാൻ വയ്യ. അപ്പോഴാണ് ഉള്ള എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നതെന്ന്. അതെ. അപ്പൊ ഈ ഒരു ആദ്യ സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഈ പറഞ്ഞ പോലെ കൂടുതലും ഗേൾസിനും അറിയാം മേക്കപ്പിന്റെ ഒരു ബേസ് എന്തൊക്കെയാണ്. പക്ഷെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അധികം ഉണ്ടായിരുന്നില്ലായിരിക്കുമല്ലോ. അപ്പൊ എന്താ ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള ഒരു റീസൺ? ആക്ച്വലി ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഡെയിലി ഇങ്ങനെ പോവുക, സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലിരിക്കുക, ഡെയിലി ചെയ്യുന്ന ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അത് കുറച്ച് എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല എന്നെനിക്ക് മനസ്സിലായി. കുറച്ചുകൂടെ ഒന്ന് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ്. അപ്പം ഈ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു എൻ്റെ. അപ്പം ഞാൻ ആളെടുത്ത് ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചു എനിക്കിങ്ങനെ ഒന്ന് റിസൈൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ അതാണ് ഇഷ്ടമെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ബേക്കിങ്ങും ഒന്ന് മേക്കപ്പും ആയിരുന്നു. അപ്പോൾ ആളാണ് എന്നാൽ പിന്നെ മേക്കപ്പിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞത്. ഇപ്പൊ റീസെന്റ് ആണ് കൂടുതലും റീച്ചിലേക്ക് വന്നത്. എന്താ അതിന്റെ ഒരു പെട്ടെന്ന് എങ്ങനെ റീച്ച് ആയി? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ റീച്ച് ആയതാണോ അല്ലെങ്കിൽ മെല്ലെ മെല്ലെ? കുറെ നേരത്തെ പറഞ്ഞ പോലെ കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായി. ദൈവം സഹായിച്ച് അത്യാവശ്യം വർക്ക് കിട്ടുന്നുണ്ടായി. എന്നാലും ഷൂട്ട്സ് ഒക്കെ ഒത്തിരി ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച കണക്കൊരു റീച്ച് വരുന്നുണ്ടായില്ല. അപ്പോഴും ഹസ്ബൻഡാണ് പറഞ്ഞത് ഓക്കെ കുറച്ചുകൂടെ ഒന്ന് വീഡിയോയുടെ മുന്നിൽ വന്ന് നോക്കൂ, അപ്പം ഒന്നും കൂടെ കുറച്ചുകൂടെ ഒന്ന് റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ടീമിനെ മീറ്റ് ചെയ്തു. അപ്പോൾ അവരും അപ്പോഴാണ് പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളത് ഒരു ട്രെൻഡായി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് ക്യാമറയുടെ പിന്നാമ്പുറത്ത് നിന്ന് മുന്നിലേക്ക് വന്നത്. ഓക്കെ. ഏറ്റവും കൂടുതൽ ബ്രൈഡ്സിനെയാണോ മേക്കപ്പ് ചെയ്യുന്നത്? ബ്രൈഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം ഒരു ആളുടെ മാരേജ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ അവരുടെ ആ ഒരു സ്പെഷ്യൽ ഡേയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അന്നത്തെ ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ 1-2 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വളരെ വെളുപ്പിനെ ചെല്ലണം അല്ലെങ്കിൽ തലേ ദിവസം അവിടെ ചെല്ലണം. ആ ഒരു ഫീൽ എങ്ങനെയാണ് ഒരു ബ്രൈഡിനെ ഒരുക്കുക അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് മാറുമ്പോൾ ഒരുക്കി കഴിഞ്ഞ് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ അതൊക്കെ മെയിൻ ആയിട്ട് ഈ ഒരുക്കി കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് സാരി ഡ്രൈപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ മിററിന്റെ ഫ്രണ്ടിൽ നിൽക്കില്ല. അപ്പോൾ അവരുടെ മുഖത്ത് വരുന്നൊരു ചിരി അത് കാണുമ്പോഴാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും എങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ, ഓക്കെയാണ് ചേച്ചി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതാണ് പിന്നെയും പിന്നെയും ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ളൊരു മോട്ടിവേഷൻ. ഞാൻ വീഡിയോയിലെ എനർജീനെ കുറിച്ച് സംസാരിച്ചു, ആലിയ ഭട്ടിന് ലുക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യുന്നത് ഫേഷ്യൽ ഫീച്ചേഴ്സിൽ ഒന്നാണ് നുണക്കുഴി.
ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കമന്റ്സ് ഇങ്ങനെ പൊതുവെ നോക്കാറില്ല, നോക്കിയപ്പോൾ കണ്ടതാണ് ഇത് ട്രീറ്റഡ് ആണോ, അതായത് സർജറി ചെയ്ത് ഉണ്ടാക്കി അല്ല കേട്ടോ, ഇത് ഒറിജിനൽ ആണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ഇപ്പൊ ഇച്ചിരി ഒന്ന് വണ്ണം വെച്ചതാണ്. നേരത്തെ ആയിരുന്നപ്പോൾ അത് വിസിബിൾ ആവുന്നുണ്ടായിരുന്നില്ല, ഇപ്പൊ അത് കുറച്ചുകൂടെ വിസിബിൾ ആയി വരുന്നു. അതെന്താന്ന് അറിയില്ല. ട്രീറ്റഡ് ഒന്നും അല്ല കേട്ടോ, ഇത് ഒറിജിനൽ ആണ്. ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല, ട്രീറ്റഡ് അല്ല. ഓക്കെ, വേറെ ഇങ്ങനെ കുറെ ഫാൻസ് ഉണ്ട്. ഇപ്പൊ ട്രീറ്റഡ് ആണെന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ ഫാൻസ് ഉണ്ടാവില്ലേ നുണക്കുഴിക്ക്? ഭയങ്കര ഇഷ്ടമാണ് നുണക്കുഴിയുള്ള പെൺകുട്ടികളൊക്കെ. അതെയാ? ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ, നുണക്കുഴിയുള്ളവർ. മാരീഡ് ആയിട്ടോ? അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നത്? ഇപ്പോൾ ബ്രൈഡ്സിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഈ പറഞ്ഞ സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ചില ബ്രൈഡ്സ് ഇപ്പം എനിക്ക് ഇങ്ങനത്തെ മേക്കപ്പ് വേണം എന്നൊക്കെ പറഞ്ഞിപ്പം അനുഷ്ക ശർമ്മയുടെയോ അല്ലെങ്കിൽ നയൻതാരയുടെയോ പിക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറയില്ലേ? അപ്പൊ അത് എത്രത്തോളം ഈസിയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ? ലൈക്ക് ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ഫീച്ചേഴ്സ് ഉണ്ട് ഇല്ലേ? അപ്പം ഇപ്പം എനിക്കൊരു ബ്രൈഡ് വന്നിട്ട് ചേച്ചി എനിക്ക് സ്മോക്കി ഐസ് ചെയ്യണം, അതാണ് ഈസിലി എല്ലാവരിലേക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ സ്മോക്കി ഐസ് ചെയ്യണമെന്ന് പറഞ്ഞ് ബ്രൈഡ്സ് കാണിക്കുമെന്ന് വെച്ചോ, ആളുടേത് ചിലപ്പോൾ ചെറിയ കണ്ണായിരിക്കും. അപ്പൊ ഈ ചെറിയ കണ്ണുള്ളവർക്ക് നമുക്ക് സ്മോക്കി ഐസ് ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടെ അത് ചെറുതായിട്ട് കാണും. അപ്പോൾ ആൾക്ക് ഐഡിയ ഇല്ലാതെ ആയിരിക്കും പറയുന്നത്. അപ്പം നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ ചേച്ചി എന്നാൽ എങ്ങനെയാ സ്യൂട്ടബിൾ ആവുന്നത് അങ്ങനെ ചെയ്തോളൂ എന്ന് പറയുന്ന ബ്രൈഡ്സ് ഉണ്ട്. അപ്പം നെഗറ്റീവ് കമന്റ്സ് വന്നത് ഓക്കെ ബ്രൈഡ്സിന്റെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തു കൊടുത്തൂടെ എന്നുള്ളതാണ്. അപ്പം അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പം നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മൾ എടാ ഇന്നതാണ് ഇത് ചെയ്തു തന്നാൽ ഇതായിരിക്കും ഇതിന്റെ ഔട്ട്കം എന്ന് പറഞ്ഞവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. അതെ. പക്ഷെ ചില സമയത്ത് ഇപ്പൊ ബ്രൈഡ്സ് പറയാറുണ്ടോ ലൈക്ക് റെഡി ആയി കഴിഞ്ഞിട്ടും കംപ്ലീറ്റ് റെഡി ആയി കഴിഞ്ഞിട്ട് അവരിങ്ങനെ സജഷൻസ് പറഞ്ഞ് അത് മാറ്റേണ്ട സിറ്റുവേഷൻ ഒക്കെ? ഉണ്ട്. എൻഡ് ഓഫ് ദ ഡേ എൻ്റെ ബ്രൈഡ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്ക് വലുത്. അപ്പൊ ഞാൻ ഇടയിൽ കൂടെ സജഷൻസ് പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയും എടാ കംപ്ലീറ്റ് ആയിട്ട് കഴിയുമ്പോൾ ഒന്ന് നോക്കൂ, എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ ഞാൻ മാറ്റിത്തരാന്ന്. പൊതുവെ എല്ലാം കഴിയുമ്പോൾ അവർ ഹാപ്പി ആവാറുണ്ട്. ഇല്ല എന്തെങ്കിലും ചെറിയ ചെറിയ ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഈ ഫ്ലോപ്പ് ആയി പോയി എന്തെങ്കിലും മേക്കപ്പ് ദൈവം സഹായിച്ച് അങ്ങനെ ഫ്ലോപ്പ് ആയി പോയതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ എനിക്ക് ആദ്യം ഒരു നെഗറ്റീവ് വന്നത് ഇതുപോലെ ഡ്രേപ്പിങ്ങിന്റെ കാര്യമായിരുന്നു. അപ്പൊ അത് നമ്മൾ അതിനായി പ്രത്യേകം ഞാൻ ക്ലാസ്സസ് ഒന്നും എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ അതിനു വേണ്ടി അതൊരു വാശിയാക്കി അവസാനം എടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ കൂടുതലും ഡ്രേപ്പിംഗ് നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ഓക്കെ. ഇപ്പം സാരി ഡ്രിപ്പിങ്ങിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അണ്ടർസ്കേർട്ട് എന്ന് പറയുന്നത്. എല്ലാ സാരിക്കും ഇപ്പോൾ സെയിം അണ്ടർസ്കേർട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മാരേജിന്റെ സമയത്തായിരിക്കുമല്ലോ അത് കൂടുതലും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. പല ആൾക്കാർക്കും ചിലപ്പോൾ അത് അറിയാൻ പറ്റില്ല. എനിക്കും കറക്റ്റ് അറിയില്ല. എന്താ ഫിഷ് കട്ട് അങ്ങനെ കുറേ സാധനങ്ങളില്ലേ? അപ്പോൾ അതൊക്കെ എങ്ങനെയാ ചൂസ് ചെയ്യാനുള്ള ഒരു ടിപ്സ് ഒക്കെ എങ്ങനെയാ? ഫിഷ് കട്ട് എടുത്താൽ ബെറ്റർ. നല്ല ഇങ്ങനെ ഷേപ്പ് ആയിട്ടിരിക്കും ഡ്രേപ്പ്. നമ്മൾ ടൈറ്റ് ആയിട്ടൊക്കെ അല്ലേ ഡ്രേപ്പ് ചെയ്യുന്നത്. ഫിഷ് കട്ട് എടുത്താൽ ബെറ്റർ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്ട്രിങ് ഉള്ള അണ്ടർസ്കേർട്ട് എടുക്കാൻ നോക്കുക. ബിക്കോസ് ഈ കാഞ്ചീപുരം അല്ലെ ഡിസൈനർ സാരി ഒക്കെ ആണെങ്കിൽ കുറച്ച് വെയിറ്റ് ആയിരിക്കും ഡ്രേപ്പ് ചെയ്ത് വരുമ്പോൾ. അപ്പൊ ഇത് ഈ എലാസ്റ്റിക് ആണെങ്കിൽ ഹോൾഡ് ചെയ്തിരിക്കില്ല. അപ്പം ഒരു ലൂസ് എഫക്റ്റ് വരും. ബ്രൈഡ് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. ദൈവം ഇത് അഴിഞ്ഞു പോവാന്നൊരു തോന്നലായിരിക്കും. അപ്പം ഈ സ്ട്രിങ് ഉള്ള അല്ലെങ്കിൽ വള്ളിയുള്ള അണ്ടർസ്കേർട്ട് ആണെങ്കിൽ അത് അത്രയും ഹോൾഡ് ചെയ്ത് ടൈറ്റ് ആയിട്ട് ഇരുന്നോളൂ. അപ്പം നമ്മൾ ഡ്രേപ്പിങ്ങിന്റെ ഓരോ ഭാഗത്തും ചോദിക്കും എടാ ടൈറ്റ് ആയില്ലേ. അപ്പം ടൈറ്റ് ആകുവാണെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ ബ്രൈഡും ഒരു കോൺഫിഡൻ്റ് ആയിരിക്കും ഡ്രേപ്പ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പം ശ്രദ്ധിക്കുക, അണ്ടർസ്കേർട്ട് സെലക്ട് ചെയ്യുമ്പോൾ സ്ട്രിങ് ഉള്ള അണ്ടർസ്കേർട്ട് സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പം 1-2 മേക്കപ്പ് ആയിരിക്കില്ല ചിലപ്പോൾ ഡെയിലി ചെയ്യുന്നത്. എന്നാലൊരു ഏറ്റവും മാക്സിമം ഒരു ഡേ ചെയ്ത വർക്ക്സ് എത്ര വന്നിട്ടുണ്ടോ? രാവിലെ നമുക്കൊരു 8 ബ്രൈഡ്സിനെ വരെ മാക്സിമം ചെയ്യാം ഒരു ദിവസം. അപ്പോൾ ഏറ്റവും ശരിക്കും ഏർലി മോർണിംഗ് പോകണ്ടേ? ഏർലി മോർണിംഗ് അല്ല മോളെ, രാത്രി പാതിരാത്രിക്ക് ഒക്കെയാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ രാത്രി ഇപ്പം ഗുരുവായൂർ വെഡിങ് ഒക്കെ ഉണ്ടാകും. ഏർലി മോർണിംഗ് ആയിരിക്കും മുഹൂർത്തം. അപ്പൊ നമുക്ക് രാത്രി 1:30, 12:30, 2 മണിക്കൊക്കെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ. പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ രാത്രി സ്റ്റാർട്ട് ചെയ്യുന്ന മേക്കപ്പ് ഇപ്പം പിറ്റേ ദിവസം ഫുൾ അവർ ഈവനിങ് വരെയൊക്കെ നിൽക്കുമ്പോൾ സംടൈംസ് അതിപ്പോ നമ്മൾ വിയർക്കും ടയേർഡാവും. അപ്പൊ അത്
മാറിപ്പോവാനൊക്കെ ചാൻസ് ഇല്ല അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചാത്തൻ പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ മാറിപ്പോവും. നമ്മളങ്ങനെ എല്ലാം കുറച്ച് ബ്രൈഡ്സ് നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണല്ലോ വരുന്നത്. സ്റ്റേ ചെയ്യണം, ഇത്രയും നേരം നിൽക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ഒരു 10 to 12 hours നിൽക്കുന്ന പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എന്തെങ്കിലും സെലിബ്രിറ്റീസിന്റെ ഒക്കെ മേക്കപ്സ് ഒക്കെ ചെയ്തു? ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയത് ആരുടെയായിരുന്നു? നോ എന്നാലും ഇതുവരെ ചെയ്ത എല്ലാ സെലിബ്രിറ്റീസിന്റെയും സാറ്റിസ്ഫൈഡ് ആണ്. നീ എന്റെ കഞ്ഞിപ്പാറ്റയിടും. ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉത്തരം പറയുന്നു. ഇപ്പം റീസെന്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഗെയിമർ ഈഗിൾ ഗെയിമിന്റെ വൈഫിന്റെ മേക്കപ്പ് മാരേജിന്റെ ഇതല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു? റിസപ്ഷൻ, വെഡിങ് റിസപ്ഷൻ. അതെങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പുള്ളിക്കാരി ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് ഒരു കൺസെപ്റ്റ് ഉണ്ട്. ചില ബ്രൈഡ്സ് അങ്ങനെയാണ് കേട്ടോ, ഓൾറെഡി എല്ലാം സെറ്റ് ആയിരിക്കും. അവർക്കൊരു മൈൻഡിലൊരു ഇതുണ്ടാകും, എനിക്ക് ഇന്ന ലുക്ക് വേണം, പക്ഷെ അതെനിക്ക് സ്യൂട്ട് ആവുന്ന രീതിയിൽ ചെയ്തു തരിക എന്നുള്ളത്. ആൾ അങ്ങനെ ഒരാളായിരുന്നു. ആൾ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് എനിക്ക് ഇന്നൊരു ലുക്കാണ് വേണ്ടത്, അതെന്റെ ഫേസിന് ചേരുന്ന രീതിയിൽ ചെയ്തു തരുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കും പണി എളുപ്പമാവും. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് ആള് പ്രതീക്ഷിച്ചതുപോലെ ഒരു പ്രിൻസസിനെ മാതിരി ആകണമെന്നായിരുന്നു. അതുമാതിരിയുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു. അപ്പോൾ ആൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായി. പ്രത്യേകിച്ച് ആളുടെ ആ ക്രൗൺ, അത് കുറച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കുട്ടി, ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ക്രൗണൊക്കെ ആള് സെറ്റ് ചെയ്തിട്ടുണ്ടായി. അങ്ങനെ അതൊക്കെ വെച്ച് സുന്ദരിയാക്കി വിട്ടു. അതിലേക്ക് ഒരുപാട് കോംപ്ലിമെന്റ്സും കിട്ടിയിട്ടുണ്ടാവില്ലേ? എന്നാൽ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും കോംപ്ലിമെന്റ്സ് ഉണ്ടോ? ഏതിലാണ്? ഈ ഈഗിൾ ഗെയിമിന്റെ മേക്കപ്പ് ലുക്കിന് അതാണ് ആൾ ഉദ്ദേശിച്ചൊക്കെ സുന്ദരിയായിട്ടുണ്ട്, പ്രിൻസസിനെ പോലെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ് ഓർത്തിരിക്കുന്നത്. ബിക്കോസ് അതാണ് ആൾ എക്സ്പെക്ട് ചെയ്തതും കണ്ട ആൾക്കാർക്കും അങ്ങനെ തന്നെ തോന്നി. അപ്പം ഒരു സന്തോഷം. ഇതേപോലെ ഇപ്പം ചില ബ്രൈഡ്സ് ഇങ്ങനെ പ്രിപ്പയർഡ് ആയിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എല്ലാം സെറ്റ് ആയിട്ട് വരും. ചിലവരും ഇങ്ങനെ വരും, പക്ഷേ അവര് കൊണ്ടുവരുന്ന ഒരു കോൺസെപ്റ്റ് ചിലപ്പോൾ പാർവതിക്ക് നോക്കുന്ന സമയത്ത് എടാ ഇത് നിങ്ങൾക്ക് സെറ്റ് ആവില്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ലേ? അത് ഭയങ്കര ഈസി അല്ലല്ലോ. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നേ? അപ്പൊ നമ്മളത് നേരത്തെ പറഞ്ഞ പോലെ ഡിപ്ലോമാറ്റിക് ആയിട്ട്, എടാ ഞാൻ ചെയ്തു തരാം, കുഴപ്പമില്ല, പക്ഷെ വേറെ രീതിയിൽ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ എന്ന് പറയും. അപ്പൊ പറയും ഓക്കെ ചേച്ചി ഏതാണ് നല്ലതെന്ന് വെച്ചാൽ അത് ചെയ്തോളൂ എന്ന് പറയും. അപ്പം കാര്യങ്ങളെല്ലാം ഈസിയായി ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് ഒരുപാട് അക്സെപ്റ്റൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഈ പറഞ്ഞ പോലെ കുറേ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇതിനെപ്പറ്റി വീഡിയോസ് ഒക്കെ ചെയ്ത് നമ്മുടെ മൈൻഡിൽ ഓൾറെഡി നമ്മുടെ ഒരു പാർട്ടാണ് മേക്കപ്പ്. പക്ഷെ സ്റ്റാർട്ടിങ് സമയത്ത് ഇപ്പം അധികം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു പ്രൊഫഷൻ ആയിരുന്നു. ഏണിങ്സ് വല്ലതും കിട്ടുമോ, അല്ലെങ്കിൽ ഇത് നല്ല ജോബ് ആണോ എന്നൊക്കെ ചോദിക്കും. എക്സാമ്പിൾ ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ ആദ്യം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. ബിക്കോസ് എല്ലാം വീട്ടിലെ ഓൾമോസ്റ്റ് എല്ലാവരും ഗവൺമെന്റ് ജോലിക്കാരാണ്. അപ്പൊ അവർക്ക് ഞാൻ ബാങ്കിലെ ജോലി റിസൈൻ ചെയ്ത് ഇതിലേക്ക് ഇറങ്ങുന്നത് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നു. ആദ്യത്തെ വർഷങ്ങളിലൊക്കെ എൻ്റെ അടുത്ത് അപ്പോഴും പറയായിരുന്നു PSC പഠിക്കൂ, ഇതിൻ്റെ ഇടയിൽ കൂടെ എഴുതൂ, ഗവൺമെന്റ് ജോലി വാങ്ങിക്കൂ, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ബെറ്റർ ആണെന്ന് തോന്നിയിട്ട് അവരെല്ലാം ഓക്കെ ആണിപ്പോ അതില്. ചില ആൾക്കാർ ഇപ്പോഴും സ്റ്റിൽ ചില പ്രത്യേക ബോയ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, കുറച്ച് പൗഡറും ഈ രക്തത്തെ എനിക്ക് പങ്കില്ല, നീ പറഞ്ഞു. അല്ല, കുറച്ച് പൗഡറും കുറച്ച് ഐലൈനറൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു പറയും ഫുൾ പുട്ടിയാന്ന്. നമ്മളിപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് പ്രോപ്പർ എല്ലാം ഇട്ട് ഫൗണ്ടേഷനൊക്കെ ഇട്ട് സെറ്റായി വരുമ്പോൾ പറയും എന്താ ബിർള വാൽക്കേർ പുട്ടി, നിന്റെ മുഖത്ത് എന്താ ഏഷ്യൻ പെയിന്റ് ആണ് അടിച്ചു വെച്ചേക്കുന്നത്? അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ. അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് എന്താ പറഞ്ഞല്ലേ? ശരി, ഒന്നും പറയില്ല, അവർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് അവര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അറിഞ്ഞുകൂടാത്തത് ഇങ്ങനെ പറയുന്നവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പറഞ്ഞ് മനസ്സിലാക്കാൻ ചെന്നാൽ അവർക്കത് മനസ്സിലാവുകയില്ല. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഞാൻ ചോദിച്ചില്ലേ, പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് മാരീഡ് ആണെന്ന് മനസ്സിലായില്ല. ഞാൻ സിംഗിൾ ആയിരിക്കും. നീ ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത് എന്തിനാ? അല്ല, നീ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ആർക്കും അറിയില്ലല്ലോ മാരീഡ് ആണെന്ന്. കഴിഞ്ഞ ദിവസം കല്യാണം വേണ്ട ഒന്നുമില്ല, അതിലേക്ക് ഞാൻ വരുന്നേ. അപ്പോൾ ആർക്കും അറിയാത്ത സ്ഥിതിക്ക് എന്തായാലും ഇത്രയും സുന്ദരിയായിട്ടുള്ളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ഇൻഫ്ലുവൻസർ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം എല്ലാം ആണ്, ഓൾ ഇൻ ഓൾ ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രപ്പോസൽസ് വരും, മെസ്സേജസ്, കോഴി മെസ്സേജസ് വരും. ഇല്ല അതൊന്നും ഇല്ല കേട്ടോ. ഇതെനിക്കൊരു എൻ്റെ ഒരു ഫോളോവർ അവര് മെസ്സേജ് അയച്ചത്, അവരുടെ സിസ്റ്ററിന്റെ ബ്രദറിന് കല്യാണം നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ടോ? 6 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇനി ഒരു കല്യാണം കഴിക്കണമെങ്കിൽ ഭർത്താവിനോട് ചോദിക്കണം. അങ്ങനെ ഓക്കെ ആണെങ്കിൽ എനിക്ക്, ആളൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരി ഓക്കെയാണ്. അല്ല അങ്ങനെയല്ല, എന്റെ പൊന്നോ. ശരി,
എന്നിട്ട് അവരോട് എന്ത് പറഞ്ഞു ഈ പ്രപ്പോസൽ വന്നത്? ഇങ്ങനെ തന്നെ പറഞ്ഞു, എനിക്ക് അത്യാവശ്യം നല്ല പ്രായമുണ്ട്, 6 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്, ഇനി ഒന്ന് കെട്ടണമെങ്കിൽ ഭർത്താവിനോട് അനുവാദം ചോദിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അറിയില്ല ആൾക്കാർ, ഇപ്പൊ മാരീഡ് ആന്ന് പറയുമ്പോൾ ഉള്ള അവരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അതെയോ എന്ന്. ഞങ്ങൾ അറിയില്ലല്ലോ, തോന്നില്ലല്ലോ, അങ്ങനെ കയറാറില്ലേ? ഇപ്പൊ ഇതിന്റെ അടിയിൽ എന്താ വന്നാ, പിന്നെ കണ്ടാലും മതി ഞങ്ങൾക്കൂടെ കാണുന്നവർ കൂടെ തോന്നണ്ടേ എന്നൊക്കെ ആയിരിക്കും അടിയിൽ വരുന്നത്. രണ്ട് തള്ളമാര്. ഓക്കെ, ശരി. അപ്പോൾ ഇങ്ങനെ പ്രപ്പോസൽസും കാര്യങ്ങളൊക്കെ വന്നു. ഓക്കെ, പക്ഷെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, മേക്കപ്പ് വൈസ് ഓക്കെ ആണ്, നല്ല മേക്കപ്പ് വർക്കുകളൊക്കെയാണ് ചെയ്യുന്നത്, പക്ഷേ ഫിറ്റ്നസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഫിറ്റ്നസ് ഒന്നും ഇല്ല മോളെ. ഞാൻ ശരിക്കും ഇനിയും കമന്റ് ട്രോളാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. ഞാൻ വെയിറ്റ് ഗെയിനിങ്ങിന് ജിമ്മിൽ പോവാണ് ഇപ്പോ. യെസ്. പക്ഷെ ഇങ്ങനെ കറക്റ്റ് ഒരു ഡയറ്റ് പ്ലാൻ, എക്സസൈസ്, യോഗ, സൂംബ അങ്ങനൊന്നുമില്ല. ഇവിടെ മനുഷ്യന് ഉറങ്ങാൻ സമയമില്ല, അപ്പോഴാണ് നീ എന്നോട് ഡയറ്റ് പ്ലാൻ, യോഗയൊക്കെ ചോദിക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചതാ. ഒന്നുമില്ല. പക്ഷെ നമ്മൾ മാരേജിന്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ലവ് മാരേജ് ആയിരുന്നു. നേരത്തെ സ്റ്റോറി പറഞ്ഞില്ലേ, അതിവിടെ പറയണോ? ആണോന്ന് ചോദിച്ചാൽ അതെ, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെ ഭയങ്കര ഒത്തിരി നാൾ പ്രേമിക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ മാട്രിമോണിയിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിരുന്നു, പുള്ളി അതിനകത്തുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സീനിയർ ആയിരുന്നു. അങ്ങനെ മാട്രിമോണിയിൽ ഒരു പ്രൊഫൈൽ കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇതില് മെസ്സഞ്ചറിൽ വന്നു. അന്ന് ഫേസ്ബുക്ക് ആയിരുന്നല്ലോ. അപ്പൊ ഞാൻ തന്നെയാണ് ചേട്ടാ. അപ്പൊ ഞാനും അതിനകത്തുണ്ട്, കല്യാണം ആലോചിക്കാൻ. നേരെ വീട്ടിൽ ചോദിച്ചോളൂ. അപ്പൊ ഓക്കെ, എല്ലാം സെറ്റായി. പിന്നെ എല്ലാം വളരെ വേഗമായിരുന്നു. ആക്ച്വലി ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. അതാണ് പറയണമെന്നാണ് പറയുന്നത്. എൻ്റെ സീനിയർ ആയിരുന്നു. പക്ഷെ അന്ന് നമ്മളൊക്കെ പാവങ്ങൾ, കോളേജിലെ സുന്ദരീനെയൊക്കെയാണ് പ്രേമിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ജൂനിയർ ആയിരുന്നു പുള്ളിയുടെ ഗേൾ ഫ്രണ്ട് അന്ന്. നമ്മളൊക്കെ പാവങ്ങൾ. പക്ഷെ കറങ്ങി തിരിഞ്ഞ് നമ്മളടുത്ത് തന്നെ വന്നു. വരാനുള്ളത് വഴി തങ്ങില്ല. നമ്മളെ ഇപ്പം ക്ലയൻസ് ഒക്കെ ഇങ്ങനെ പ്രീ ബുക്ക് ചെയ്യും. അപ്പൊ ഞാനൊരു ഹൈലൈറ്റിൽ ഒരു സാധനം കണ്ടായിരുന്നു, എന്താ പ്രീ ബുക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്യുമ്പോൾ അഡ്വാൻസ് തിരിച്ച് ചോദിക്കരുത്. അത് അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഫെഡപ്പ് ആയിട്ടാണ് അങ്ങനെ ഒരു ഇത് ഇട്ടത്. കാരണം നമുക്ക് ഭയങ്കര നഷ്ടം വരുന്നേ. നമ്മൾ ഈ ഇതുകൊണ്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ബുക്കിംഗ് വരുവാണെങ്കിൽ നമ്മൾ വളരെ തുച്ഛമായ ഒരു എമൗണ്ട്, ഒരു കൺഫർമേഷൻ എന്ന രീതിയിൽ അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെക്കും, ടോക്കൺ. അപ്പോൾ ആ ഡേറ്റ് ഓൾറെഡി ഇപ്പോൾ ദൂരോട്ടുള്ള, ഇപ്പോൾ നേരത്തെ ഞാൻ 8 ബ്രൈഡിനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അതെൻ്റെ സ്റ്റുഡിയോയിലാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പം എനിക്ക് ട്രിവാൻഡ്രത്താണ് അല്ലെങ്കിൽ ആലപ്പുഴയിലൊക്കെ ആണെങ്കിൽ എനിക്ക് അറ്റ് എ ടൈം ഒരു വർക്കേ എടുക്കാൻ പറ്റുള്ളൂ മാക്സിമം. പിന്നെ ആ സ്ഥലത്ത് നിന്ന് സെയിം ഡേ എനിക്കത് വളരെ റെയറാണ്, വന്നു കഴിഞ്ഞാൽ എടുക്കാം 1-2. അപ്പം നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നു എന്ന് വെച്ചോ, നമ്മളത് അഡ്വാൻസ് പേ ചെയ്ത് ഡേറ്റ് ബ്ലോക്ക് ചെയ്ത്, ചിലപ്പോൾ അത് ഭയങ്കര മുഹൂർത്തമുള്ള ദിവസമായിരിക്കും, ഒത്തിരി എൻക്വയറീസ് വേറെ വരും. പക്ഷെ ഇത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, വേറെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വേറെ ഒന്നും എടുക്കില്ല. പക്ഷേ ഈ കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഇവർ പറയുന്നത് അത് ഡേറ്റ് മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഇന്നതുപോലെ വെഡ്ഡിങ് കോൾ ഓഫ് ചെയ്തു, അങ്ങനത്തെ റീസൺസ് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് അഡ്വാൻസ് തിരിച്ചു വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അവസ്ഥ ഇതാണ്, എൻ്റെ ചാർജിൻ്റെ ഒരു പാതിയുടെ പാതി പോലും എടുത്തിട്ടില്ല. എൻ്റെ നഷ്ടം വളരെ വലുതാണ് ആ സമയത്ത് നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് തരാൻ പറ്റാതെ. ചിലർക്കത് മനസ്സിലാവില്ല, ചിലർക്ക് വേഗം തന്നെ മനസ്സിലാവും. ഞാനും ഇതുപോലെ തന്നെ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തും ഇതുപോലെ ബുക്ക് ചെയ്തിട്ട് എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ എനിക്കിതിന് വലിയ ബുക്കിംഗ് എന്താ ചെയ്യേണ്ടത്, ഡേറ്റ് മാറ്റി തരുമോ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുമെന്ന് വെച്ചപ്പോൾ പുള്ളിക്കാരി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും ചേരാൻ പറ്റത്തില്ല, അവർക്കത് നഷ്ടമായിരിക്കുമെന്ന്. അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം, അവരുടെ ജോലി അതാണ്. ഇപ്പം നഷ്ടം വരുന്നത് ആരും ചെയ്യില്ലല്ലോ. അപ്പം ചിലർക്ക് മനസ്സിലാക്കും, ചിലർക്ക് മനസ്സിലാവില്ല. അപ്പം അങ്ങനെ മനസ്സിലാവാത്തവർക്ക് വേണ്ടി നേരത്തെ കൂട്ടി നമ്മളങ്ങ് പറയും അഡ്വാൻസ് വാങ്ങുമ്പോഴേ ഇത് റീഫണ്ടബിൾ അല്ല എന്നുള്ളത്. പിന്നെ നമ്മൾ ഈ അഡ്വാൻസ് വാങ്ങുന്നതിന് നമുക്കൊരു കൺഫർമേഷന് വേണ്ടിയിട്ടാണല്ലോ. അപ്പം അത് അഡ്വാൻസ് ചോദിക്കുന്നതും അത്ര ലോജിക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നെക്സ്റ്റ് ഒരു ചെറിയൊരു ടാസ്കിലേക്ക്. യെസ്. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം, ചെറിയ ഡൗട്ട്സ് ഒക്കെ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് പോകുന്ന ചെറിയൊരു ടാസ്ക്കാണ്, കുറച്ച് ആൾക്കാർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ. ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പം എയർ ബ്രഷ് മേക്കപ്പ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ടാവും. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും സ്യൂട്ടാവോ അല്ലെങ്കിൽ ഈസി ആണോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണോ, ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണോ, എന്താ അതിനെക്കുറിച്ചുള്ള ഒരു ടിപ്സ്?
ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ആക്ച്വലി എയർ ബ്രഷ് മേക്കപ്പ്. അപ്പോൾ കൂടുതലും എൻക്വയറീസ് വരുന്നതും എയർ ബ്രഷ് മേക്കപ്പിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ട് ആകുമെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ആവില്ല. ബിക്കോസ് ഈ എയർ ബ്രഷ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും, നല്ല ഫിനിഷും ആണ് കേട്ടോ തരുന്നത്. ബിക്കോസ് അതൊരു ഗൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിട്ടാണ് ഫൗണ്ടേഷൻ നമ്മുടെ സ്കിന്നിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും നല്ല ഫിനിഷ് വരുന്നത്. പിന്നെ ലാസ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ അത് സിലിക്കൺ ബേസ്ഡ് ആണ് സംഭവം. ഇപ്പോൾ ഓൾറെഡി ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ഒരു ആളുടെ ഫേസിലേക്കാണ് നമ്മൾ ഈ എയർ ബ്രഷ് മേക്കപ്പ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉള്ള മോയ്സ്ചറും കൂടെ, അതായത് ഇപ്പോൾ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്കിൻ പ്രെപ്പ് ചെയ്യുന്ന സമയത്ത് മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ടായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉള്ള മോയ്സ്ചറും കൂടെ ഈ ഫൗണ്ടേഷൻ അടങ്ങിയിട്ടുള്ള സിലിക്ക കണ്ടന്റ് അത് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ ഒന്നും കൂടെ അത് ഡ്രൈ ആക്കും, ഭയങ്കര എക്സ്ട്രീം ഡ്രൈ ആക്കും. പാച്ചസ് വരാൻ തുടങ്ങും, ലൈൻസ് വരും കുറച്ച് കഴിയുമ്പോൾ. ഇത് ഈ എയർ ബ്രഷ് മേക്കപ്പ് എഗെയിൻ ഒന്ന് റീടച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അതും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലാതെ നോർമൽ സ്കിൻ ബെറ്റർ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഡ്യൂയി ഫിനിഷ് ഒക്കെ തരും നോർമൽ സ്കിൻകാർക്ക്, നല്ല ഫിനിഷിലിരിക്കും കേട്ടോ. പക്ഷേ ഡ്രൈ സ്കിൻകാരൊന്ന് ശ്രദ്ധിച്ചോളൂ, ബ്രൈഡ്സ് എയർ ബ്രഷ് മേക്കപ്പ് നിങ്ങൾക്ക് അത്ര സ്യൂട്ടബിൾ ആയിരിക്കത്തില്ല. നിങ്ങൾ HD ഒക്കെ പ്രിഫർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ. ഇപ്പോൾ എയർ ബ്രഷ് പോലെ തന്നെ പല ആൾക്കാർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ്. ഇപ്പം ഇവൻ എനിക്കും പറ്റിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ വേറൊരാൾ ഇടുന്ന ഷെയ്ഡ് കണ്ടിട്ട് അതേ സാധനം പോയി വാങ്ങിക്കും, പക്ഷെ നമ്മുടെ സ്കിന്നിൽ ഇടുമ്പോൾ അത് വേറെ ഷെയ്ഡായിട്ട് മാറും. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഫൗണ്ടേഷന്റെ കാര്യം കേട്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളുടെ ഷെയ്ഡ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തമായി ഇട്ട് നോക്കി, അതായത് എല്ലായിടത്തും ഇപ്പൊ പോയി വാങ്ങുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ലിപ്സ്റ്റിക് ആണെങ്കിലും അതുപോലെ ഫൗണ്ടേഷൻ ആണെങ്കിലും നിങ്ങൾ പോയി ട്രയൽ ചെയ്ത് ഇട്ട് നോക്കി നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കിയിട്ട് വാങ്ങുക. ലിപ്സ്റ്റിക് ആണെങ്കിലും ഫൗണ്ടേഷൻ ആണെങ്കിലും ഇപ്പോൾ എനിക്ക് കുറേ ഇൻബോക്സിൽ വരാറുണ്ട്, എൻ്റെ സ്കിൻ ടൈപ്പിന് അല്ലെങ്കിൽ സ്കിൻ ടോണിന് ചേരുന്ന ഫൗണ്ടേഷൻ ഒന്ന് പറയുമെന്ന്. നിങ്ങൾ ഫസ്റ്റ് വാങ്ങുന്നവരാണെങ്കിൽ എപ്പോഴും ഔട്ട്ലെറ്റിൽ പോയി വാങ്ങുന്നതായിരിക്കും ബെറ്റർ. അതും ഇവിടെ സ്വാച്ച് ചെയ്യാതെ ഇവിടെ ചെയ്യുന്നതാണ് എപ്പോഴും കറക്റ്റായിട്ട് നമ്മുടെ സ്കിൻ ടോൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വൺസ് ഏതാണ് ഷെയ്ഡ് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എഗെയിൻ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോഴും കുറേ അബദ്ധം പറ്റാറുണ്ട്. ആ ഒരു ഷെയ്ഡ് ആയിരിക്കില്ല വരുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? എസ്പെഷ്യലി മേക്കപ്പ് പ്രൊഡക്ട്സ് ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ സെക്കൻഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്ട്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കുറേ ഈ ഹൈ എൻഡ് ബ്രാൻഡ്സിൻ്റെയൊക്കെ സെക്കൻഡ് ക്വാളിറ്റി കുറേ ഇങ്ങനെ വെബ്സൈറ്റ്സിൽ ഞാൻ കാണാറുണ്ട്. ഫസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, അത് ഓതറൈസ്ഡ് ഡീലേഴ്സ് ആണോ, ഈ ബ്രാൻഡിൻ്റെയൊക്കെ ഓതറൈസ്ഡ് ഡീലേഴ്സ് ആണോ എന്ന്. ഇപ്പം നൈക്കയിൽ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അവരൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും, നൈക്ക ഈ ബ്രാൻഡിൻ്റെ ഓതറൈസ്ഡ് ഡീലർ ആണെന്നുള്ളത്. അപ്പം ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് എപ്പോഴും പ്രൊഡക്ട്സ് വാങ്ങുന്നതായിരിക്കും ബെറ്റർ. ബിക്കോസ് നമ്മൾ ഇത്രയും സ്പെൻഡ് ചെയ്ത് വാങ്ങിക്കഴിഞ്ഞ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ പ്രൊഡക്റ്റിൻ്റെ അത്രയും ക്വാളിറ്റിയും ആ റിസൾട്ടും ഈ പ്രൊഡക്റ്റ് തരണമെന്നില്ല. അപ്പോൾ ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ഓതറൈസ്ഡ് ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങാൻ നോക്കുക. ഓക്കെ. എന്നാലിപ്പം ഓൺലൈൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, കൂടുതലും ആൾക്കാർ എനിക്ക് തോന്നുന്നു ഓൺലൈനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ കുറേ ആൾക്കാർക്ക് മടി ഉണ്ടാവും, കുറേ ആൾക്കാർക്ക് ടൈം ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റ്സ് എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യാനുണ്ട്? ഇപ്പോൾ നൈക്ക പോലെ തന്നെ നൈക്ക ഉണ്ട്, അതേപോലെ സെഫോറ ഇന്ത്യ ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ നല്ല ബ്രാൻഡഡ് പ്രൊഡക്ട്സും സെഫോറയിൽ നിന്ന് കിട്ടും. നൈക്കയിലും എല്ലാം അത്യാവശ്യം ഡ്രഗ് സ്റ്റോർ ടു ഹൈ എൻഡ് അവൈലബിൾ ആണ്. ഇനി അടുത്തത് ഇപ്പോൾ നമ്മുടെ അപ്കമിങ് ബ്രൈഡ്സ് അവർക്ക് കൊടുക്കാനുള്ള ടിപ്സ് അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊരു ടിപ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പറയും? കുറേ ഉണ്ട്. എത്ര എണ്ണം പറയണം? 4-5 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 മസ്റ്റ് ആയിട്ട് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു 5. അത് എങ്ങനെയാന്ന് വെച്ചാൽ അപ്പർ ലിപ്സും ഫേഷ്യൽ ഹെയർ മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അത് നോർമൽ ആൾക്കാർക്കും ബുദ്ധിമുട്ടാ. അപ്പം ഇതൊക്കെ ഉണ്ടല്ലോ, ഫേസിൽ ഹെയർ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒന്ന് ഫസ്റ്റ് ഈ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എടുത്തറിയും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മേക്കപ്പ് അത് സെറ്റിലായിരിക്കത്തില്ല. പ്രത്യേകിച്ച് ഈ അപ്പർ ലിപ്സിൻ്റെ ഒക്കെ ഭാഗത്ത് ഉണ്ടെങ്കിൽ മേക്കപ്പ് ഇടുമ്പോൾ ഈ ഹെയർ നമ്മൾ സംസാരിക്കുന്നതും ചിരിക്കുന്നതനുസരിച്ച് ഈ ഹെയർ മൂവ് ആവും. അപ്പം എത്ര സെറ്റ് ചെയ്താലും ഇരിക്കുന്ന ഫൗണ്ടേഷനും ഇതെല്ലാം മൂവ് ആയിക്കൊണ്ടേ ഇരിക്കും. പിന്നെ ദൂരെ നോക്കുമ്പോൾ എടുത്തറിയാനും പറ്റും ഇവിടെ ഒരു ബ്ലാക്ക് ഒരു സംഭവം, അത് ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എനിക്കറിയാം കുറേ ആൾക്കാർക്ക് അത് എടുക്കാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ അവർ കംഫർട്ടബിൾ ആയിരിക്കത്തില്ല.
ത്രെഡിങ് ഇഷ്ടമില്ലാത്ത കുറേ ബ്രൈഡ്സ് ഉണ്ട്. അത് പിന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഫുൾ കവറേജ് കൺസീലറും ഉണ്ട്. പക്ഷേ ഈ അപ്പർ ലിപ്സിൻ്റെ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ ബ്രൈഡ്സ്. അതെന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു, ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ ഫേഷ്യൽ ഹെയർസ് എടുത്തു കഴിഞ്ഞാൽ അത് ആണുങ്ങളുടെ പോലെ അത് വെറുതെയാണ്. ഡെൻസിറ്റി കുറഞ്ഞും അതിപ്പോ കട്ടിയുള്ള ഹെയർ ആണെങ്കിൽ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അത് കട്ടി കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒന്നത്. പിന്നെ രണ്ട്, ഈ ബ്രൈഡ്സ് എനിക്ക് ചോദിക്കാറുണ്ട്, ചേച്ചി അവർ ഈ ഫേഷ്യൽസും കാര്യങ്ങൾ ബ്രൈഡൽ സർവീസസ് എല്ലാം ചെയ്യുന്ന കൂട്ടത്തിൽ അവർ ഈ ഹെയർ കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫ്രണ്ടിലെ ഫ്രിഞ്ചസ് ഒക്കെ കട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ബ്രൈഡ്സ് ആണെങ്കിൽ നമ്മൾ ഈ ഹെയർ സ്റ്റൈലിംഗ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പോർഷൻ ഒന്ന് പിടിച്ചൊന്ന് കുത്തി വെക്കണമല്ലോ, അതിനുള്ളൊരു ലെങ്ത് കൊടുക്കുക. അതായത് ചെവിയുടെ കുറച്ച് താഴെ വെച്ച് കട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾക്ക് ഹെയർ സ്റ്റൈലിംഗ് ചെയ്യുന്ന സമയത്ത് പിടിച്ച് അതൊന്ന് പിൻ ചെയ്ത് വെക്കാനുള്ള ഒരു ലെങ്ത് അതിന് കൊടുക്കുക. എത്ര ഹെയർ സ്പ്രേ അടിച്ചാലും നിങ്ങൾ ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ, രാവിലത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും ഇവിടുന്ന് ഓരോ മുടി ഇങ്ങനെ ഇളകി ഫേസിലേക്ക് വീഴുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ പറ്റും. ട്രിമ്മിങ് ഒന്നും കുഴപ്പമില്ല. ഫേസ്, അതായത് ഫ്രണ്ടിൽ ഫ്രിഞ്ചസ് വെട്ടിയിടുമ്പം ഈ ചെവിയുടെ ബാക്കിലേക്ക് എടുത്ത് പിൻ ചെയ്യാനുള്ള ഒരു ലെങ്ത് വിട്ടിട്ട് കട്ട് ചെയ്യുക. ഓക്കെ, രണ്ടായി. എത്ര? 3. പിന്നെ ഒരു പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ബ്രൈഡ്സ് ഇങ്ങനെ ഞാൻ ട്രയലിനൊക്കെ വരുന്ന സമയത്ത് അവർ, അല്ലെങ്കിൽ ഇപ്പം ആദ്യം ട്രയൽ എടുക്കാത്ത ബ്രൈഡ്സ് ഇപ്പം റെഫറൻസ് ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടാകും. ഇന്ന രീതിയിൽ ഹെയർ ചെയ്യണം, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ഒക്കെ ആയിരിക്കും. നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് തലമുടി നിറയെ എണ്ണയൊക്കെ ഇട്ട് സുന്ദരിമാരായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ബ്രൈഡ്സ് ഇതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഹെയറിൽ മസ്റ്റായിട്ട് ഓയിൽ ഫ്രീ ആക്കി വെക്കുക, സ്കാൽപ്പും അതായത് അതുപോലെ തന്നെ ഹെയറും. ബിക്കോസ് ഹെയറിൽ ഓയിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾക്ക് ആ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. പിന്നെ നമ്മൾ ഇതിന് മുന്നേ മെഷീൻസ് യൂസ് ചെയ്യും, കേളർ യൂസ് ചെയ്യും, ക്രിമ്പർ യൂസ് ചെയ്യും, അയണർ യൂസ് ചെയ്യും. ഹെയറിൽ ഓയിൽ ഉണ്ടെങ്കിൽ ഇതൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫിനിഷും അതിന് തരില്ല. അപ്പോൾ ബ്രൈഡ്സ്, അപ്കമിങ് ബ്രൈഡ്സ് ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. വെഡ്ഡിങ് ഡേയുടെ അന്ന് നിങ്ങൾ ഹെയർ ഓയിൽ ഫ്രീ ആക്കി വെക്കാൻ നോക്കുക. ഓക്കെ. അപ്പോൾ ഇനി വേറൊരു ടിപ്പ് അപ്കമിങ് ബ്രൈഡ്സിന് പറയാനുള്ളതെന്ന് വെച്ചാൽ, സാരി പ്രിഫർ ചെയ്യുന്ന ബ്രൈഡ്സ് ആണെങ്കിൽ, അപ്പോൾ ബ്ലൗസ് ആയിരിക്കുമല്ലോ ഇടുന്നത്, അപ്പോൾ നിങ്ങൾ സാരി പ്രിഫർ ചെയ്യുമ്പോൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യില്ലേ, അപ്പോൾ ഒത്തിരി അതിങ്ങനെ ഒന്ന് വൈഡാക്കി സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. അതിങ്ങനെ നാരോ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, ഇപ്പം ഹിന്ദു ബ്രൈഡ്സ് ആണെങ്കിൽ കുറച്ചധികം ജ്വല്ലറി അവർ ഇടുമല്ലോ, അപ്പം നമ്മൾ ഈ ഒത്തിരി ഇങ്ങനെ ഇടുങ്ങിയ കഴുത്തുള്ള ബ്ലൗസൊക്കെ ആണെങ്കിൽ ഈ ജ്വല്ലറി എല്ലാം കൂടി ഇട്ട് വരുമ്പോൾ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ സാരി പ്രിഫർ ചെയ്യുന്ന ബ്രൈഡ്സ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വൈഡാക്കി സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ഈ അണ്ടർആംസ് ഏരിയയിൽ ചുളിവുകൾ വരാറുണ്ട്. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫിലെല്ലാം അത് വളരെ എടുത്തു കാണും. പ്രത്യേകിച്ച് ഈ ഹിന്ദു ബ്രൈഡ്സിനൊക്കെ മെറൂൺ ഷെയ്ഡ്, ബ്ലൂ കളറൊക്കെയാണ്. അപ്പോൾ അത് പെട്ടെന്ന് എടുത്തു കാണിക്കും ഈ ചുളിവുകളൊക്കെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓൾട്രേഷൻ സമയത്ത് പോവുമല്ലോ, അതായത് ബ്ലൗസ് ട്രയൽ ചെയ്യാൻ. അപ്പോൾ ഈ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇംപെർഫെക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് മാറ്റിയാൽ അത്രയും ഭംഗിയിൽ ബ്ലൗസ് ഇരുന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലത് കേട്ടോ. നമ്മുടെ കോസ്റ്റ്യൂമും കൂടെ നമ്മുടെ ഈ മേക്കപ്പിന് എല്ലാത്തിനും ഒന്ന് സിങ്കായി വരണമല്ലോ. അപ്പം ബ്രൈഡ്സ്, അപ്കമിങ് ബ്രൈഡ്സ് ഇതൊന്ന് ശ്രദ്ധിക്കുക. ബ്ലൗസിൻ്റെ കഴുത്തൊന്ന് വൈഡാക്കുക. അതുപോലെ തന്നെ അണ്ടർആംസ് ഏരിയയിൽ സ്റ്റിച്ച് ചെയ്ത ചുളിവുകളുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഒരു കമൻറ്റ് വന്നിരുന്നു, ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതല്ല ഉദ്ദേശിച്ചത്. ഇപ്പോൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണേലും നമ്മൾ ട്രയൽ നോക്കുമല്ലോ. അപ്പം പൊതുവെ ഒരുവിധം ഞാൻ കണ്ടുവരുന്നതാണ്, ശ്രദ്ധിക്കാറില്ല, അതിനെപ്പറ്റി ബോധേഡ് ആവാറില്ല. അപ്പോൾ അവർ ചിന്തിക്കില്ല, ഓക്കെ ഇത് ഫോട്ടോയിൽ വൃത്തികേടാകുമല്ലോ എന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങൾ കാണുവാണെങ്കിൽ ട്രയൽ സെഷനിൽ അതൊന്ന് ഒഴിവാക്കാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഡിസൈനറോട് പറഞ്ഞാൽ ബെറ്റർ. ഓക്കെ. ഇനി ലാസ്റ്റ് ആണ് ചോദിക്കാനുള്ളത്. ഇപ്പം ഈ പറഞ്ഞ പോലെ എല്ലാവരും സെൽഫ് മേക്കപ്പ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ പെട്ടെന്ന് നമ്മൾ ഡെയിലി മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഓഫീസ് മേക്കപ്പ്. ഇപ്പോൾ കുട്ടികൾ വരെ ഗെറ്റ് റെഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ടൈപ്പ് ഓഫ് മേക്കപ്പ് ഉണ്ട്. എന്നാൽ നമ്മൾ സെൽഫായിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ടിപ്സ് എന്തൊക്കെയായിരിക്കും? മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവനവൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കുക. പല സ്കിൻ ടൈപ്പിലുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പം നമ്മളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള സ്കിൻ പ്രെപ്പ് ചെയ്യാനുള്ള പ്രൊഡക്ട്സും അതിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻസും ഒക്കെ വാങ്ങി യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ.
ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു ടാസ്ക്. സാധാരണ നമ്മൾ എല്ലാവർക്കും വലിയ വലിയ ടാസ്ക്കാണ് കൊടുക്കുന്നത്. പക്ഷേ ഇത് ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ സിമ്പിളായിട്ട്, പിന്നെ വന്നപ്പോഴേ പറഞ്ഞു കൊല്ലരുതെന്ന്, അതുകൊണ്ട് സിമ്പിളായിട്ട് ഞങ്ങൾ തന്നതാണ്. ഇപ്പോൾ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് വരുമ്പോൾ ടാറ്റൂസ് ഉണ്ട്. ടാറ്റൂ ഫാനാണല്ലേ? എത്ര ടാറ്റൂസ് ഉണ്ട് മൊത്തം? 6 ടാറ്റൂ ഉണ്ട്. വിസിബിൾ ആയിട്ട് എത്ര എണ്ണം ഉണ്ട്? അതിപ്പോ 1 2 3 4. എന്തൊക്കെയാ അത്? ഇത് കുടുംബക്കാര് മൊത്തം ഉണ്ട്. കുടുംബക്കാരോ? ഇത് ഭർത്താവ്. ആ, ഓക്കെ. അല്ല, ഇത് അമ്മ അച്ഛനും. ഇതാണ് ഭർത്താവ്. ഇതാണ് ഭർത്താവ്. പേരാണ്. ഓക്കെ, ജിതിൻ. ഇത് അമ്മ അച്ഛനും. കുടുംബത്തിൽ ഇത്ര ആൾക്കാരേ ഉള്ളൂ. പിന്നെ ഒരു പട്ടിക്കുട്ടിയും കൂടെ ഉണ്ട്. ഏത് പട്ടിക്കുട്ടിയാ? ഷീറ്റ്സു. എനിക്ക് 2 ഷീറ്റ്സ്. ഓ യെസ്, ഞാൻ കാണാറുണ്ട്. എനിക്ക് കാണിച്ചു തന്നിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. ഷിറ്റ്സിന്റെ ടാറ്റു ഉണ്ടോ? ഇല്ല, അതാണ് ഇനി അടുത്തത് പ്ലാൻ ചെയ്തേക്കുന്നത്. മറ്റേ ഇതുണ്ട്, പോവും ലവ് ഇൻഫിനിറ്റിയിൽ പോവും. വേറെ മറ്റേ ടാറ്റു ഏതാ? ഇവിടത്തെ ഇതാണ് എന്റെ ഫസ്റ്റ് ടാറ്റു. ഇതെന്റെ ഫ്രണ്ട് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് ടാറ്റു ചെയ്യാൻ, നിനക്ക് കുറെ നാളായിട്ട് ചെയ്യണമെന്ന് പറയുന്നില്ലേ, അപ്പം ഫ്രണ്ടിന്റെ കൂടെ പോയി ചെയ്തതാണ് ഫസ്റ്റ് ടാറ്റു. എന്താ അത്? ബട്ടർഫ്ലൈ ബേർഡ്സ്. അന്നതൊരു 8 years ആവുന്നു. ഇതാണ് ബേർഡ്സ് ഇങ്ങനെ പറന്ന് പോവുകയാണ്. മറ്റേതോ ഇവിടെ ഒരെണ്ണുണ്ടോ? ഇത് എന്റെ മേക്കപ്പ് ബ്രഷിന്റെ അത് കൊള്ളാം ആണ്. നൈസ് ആയിട്ടുണ്ട്. യെസ്, കാണണ്ടാ. അപ്പൊ ഇതെനിക്ക് കുറെ നാളായിട്ട് എന്റെ വർക്ക് റിലേറ്റഡ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായി, അങ്ങനെ ചെയ്തതാണ്. വെറൈറ്റി ആയിട്ടുണ്ട്. വെറൈറ്റി മീഡിയയിൽ വെറൈറ്റി ആയിക്കോട്ടെ. യെസ്. എന്തൊക്കെയാണോ എന്താ കാലിലുണ്ട്. എന്റെ അലമ്പ് കാല പോടുന്ന്. കാലിലൊന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെ ഒരെണ്ണം മുതുകത്തും ഉണ്ട്. മറ്റു 2 ടാറ്റൂസ് എന്തൊക്കെയാ? അതൊരു ബാൻഡ് മാതിരി വരുന്ന കാലില്, പിന്നെ ബാക്കില് കോയിഫിഷ്. ആണോ? കോയിഫിഷ്. ഓക്കെ, പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ചാൽ ഔട്ട്ഫിറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല സെറ്റ് അടിപൊളി സാരി കൊടുത്തു വന്നിട്ടുണ്ട്. ഈ ഔട്ട്ഫിറ്റ് ഒക്കെ സ്വന്തമായിട്ടാണോ ചൂസ് ചെയ്യുന്നത്? സ്വന്തം, നല്ല സ്വന്തം. നമുക്കപ്പോൾ ഒരു ഔട്ട്ഫിറ്റ് ബോത്തും കൂടി എടുക്കാം. വേണ്ട, നെവർ. ആൾക്കാർ പഞ്ഞിക്കിടും മോളെ. അന്ന ബോത്ത് പറയണ്ട, നമുക്ക് ഔട്ട്ഫിറ്റ് ഡീറ്റെയിൽസ് ചോദിക്കാമല്ലോ. നല്ല സാരി, ഇത് സാരിനെ കുറിച്ച് വെറുതെ എവിടെ നിന്നാ എടുത്തേ? ഓൺലൈൻ ആണോ? ഇല്ല, ഇത് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഭയങ്കര ഒബ്സഷൻ ആണ് ഡ്രസ്സിനോട്. ഡ്രസ്സ്, പെർഫ്യൂം, മേക്കപ്പ് ചെയ്തു കൊടുക്കാനാണ് ഇഷ്ടം. ഡ്രസ്സ്, പെർഫ്യൂം, ബാഗ്, ഓൾമോസ്റ്റ് എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവും. അതിൽ കുറച്ച് കൂടുതൽ ഡ്രസ്സിനോടാണ്. ഓക്കെ, അപ്പൊ ഇത് സ്റ്റിച്ച് ചെയ്യിച്ചാണോ? ഇത് ഡിസൈൻ ചെയ്യിപ്പിച്ച. എനിക്ക് സ്വന്തമായി രണ്ട് ചേച്ചി, ഐ മീൻ ഇൻ ദ സെൻസ് എനിക്ക് ഡ്രസ്സ് എപ്പോഴും ചെയ്തു തരുന്ന 2 ആൾക്കാരുണ്ട്. അതിൽ ഒരാള് ഞാൻ എന്ത് പറഞ്ഞാലും വളരെ ക്ഷമയോടുകൂടി അതേ രീതിയിൽ പറഞ്ഞ് സ്കെച്ച് ചെയ്ത്, ഇപ്പൊ ഫങ്ഷൻസ് വരുമ്പം ഞാൻ ആദ്യം പുള്ളിക്കാരിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ചേച്ചി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പോൾ ശരി പറു എന്താ വേണ്ടേ, ഓക്കെ, എന്നിട്ട് പുള്ളിക്കാരി സ്കെച്ച് ചെയ്ത് അയച്ചു തരും. ഇത് ഞാനൊരു ഫംഗ്ഷൻ അങ്ങനെ ചെയ്തതാ, അപ്പം ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു തന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു സെഷൻ മൈൻഡപ്പിലേക്ക് വരാണ്. സമാധാനമായോ? ശരി, അപ്പോൾ എന്തായാലും ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ച് കണ്ട ഒരാളാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ. ഇനിയും ഒരുപാട് ടിപ്സ് ഒക്കെ അപ്കമിങ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് പറഞ്ഞു കൊടുക്കട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.